മഹാരാഷ്ട്രയിൽ നിന്നും പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി കാറുമായി കടന്ന് 20 ലക്ഷം രൂപ വിലയുള്ള 180 ഗ്രാം സ്വർണം കവർന്ന കേസിൽ 8 മലയാളികൾ ഉൾപ്പെടെ 13 പേർക്കെതിരെ പനമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. മാഹി പള്ളൂരിലെ ഷിജിൻ ഗംഗാധരൻ, കണ്ണപുരം ചെറുകുന്നിലെ ശ്രീരാഗ് പാലോട്ടുകാവിൽ, കണ്ണൂർ അഴീക്കോട് ബീച്ച് റോഡിലെ വി മിഥുൻലാൽ, അഞ്ചരക്കണ്ടിയിലെ പി അതുൽ വൈശാഖ്, പിണറായി മമ്പറത്തെ കെ നജിൽ, മാട്ടൂൽ പഴയങ്ങാടിയിലെ അജീർ തറയിൽ പീടികയിൽ, പയ്യന്നൂരിലെ ആഷിർ പ്രണവ്, വിരാജ്പേട്ടയിലെ എൻ ഉബൈദ്, മടിക്കേരി ഹക്കത്തൂരിലെ ഫിറോസ് മൊയ്തു അബ്ബാസ്, മടിക്കേരി പൊന്നമ്പേട്ടിലെ സിയാദ്, സമീർ അലിറ അബ്ദുല്ല എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. പ്രതികളെക്കുറിച്ച് വിവരം തരുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് കമ്മീഷണർ സുധീർ കുമാർ റെഡ്ഡി പറഞ്ഞു. കേസിൽ കണ്ണൂർ സ്വദേശി ഉൾപ്പെടെയുള്ള 3 പ്രതികൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത കണ്ണൂർ പാതിരിയാട് സ്വദേശി കെ നിമിൽ, പ്രതികൾക്ക് സഹായമൊരുക്കിയ കുടക് ഹക്കാത്തൂർ സ്വദേശി ഇർഷാദ്, മടിക്കേരി സ്വദേശി മുസ്തഫ എന്നിവരാണ് പനമ്പൂർ പോലീസിന്റെ പിടിയിലായത്. പയ്യന്നൂരിലെ ജ്വല്ലറി ഉടമയും സാംഗ്ലി സ്വദേശിയുമായ വികാസ് ധൻവാഡ്, ഭാര്യ രുപാലി, മകൻ വിപുൽ എന്നിവരെയാണ് 3 കാറുകളിലായി എത്തിയ കവർച്ചാ സംഘം ആക്രമിച്ച് സ്വർണവും കാറുമായി കടന്നത്. ജൂൺ 29 പുലർച്ചെ ബൈക്കമ്പാടിയിലായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് കുടുംബം പയ്യന്നൂരിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ബൈക്കമ്പാടിയിലെത്തിയപ്പോൾ 2 ഇന്നോവ കാറുകളിലും സ്വിഫ്റ്റ് കാറുകളിലുമായി എത്തിയ അക്രമി സംഘം കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചുവെന്നാണ് കേസ്. കാറിനകത്തുണ്ടായിരുന്ന 20 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് കവർന്നത്. 2 മൊബൈൽ ഫോണുകളും നഷ്ടമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.